കേരളത്തിലെ ജനങ്ങൾ CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കൊടുത്തതിൻ്റെ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ചത്. ആ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ച ഈ നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എൻ വാസു ജയിലിലേക്ക് പോയി. ഇപ്പം രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, മുൻ MLA, ജയിലിലേക്ക് പോയാൽ ഇനി SIT ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇവരെന്താ ആദ്യം പറഞ്ഞത്? ഏതോ ഒരു പോറ്റിയാണ് മോഷ്ടിച്ചതെന്നാണ്. ആ ഇവരത് മറച്ചു വയ്ക്കുകയായിരുന്നെന്ന് കോടതി വിധിയിലൂടെ വ്യക്തമാണ്. പോറ്റി മാത്രമായിരുന്നു, ഞങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ പ്രതിപക്ഷം, പോറ്റി മാത്രമായിരുന്നു ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് പോറ്റിക്കെതിരായിട്ട് ഒരു ക്രിമിനൽ കേസ് കൊടുക്കാൻ ദേവസ്വം ബോർഡ് ശുപാർശ ചെയ്തില്ല, ഗവൺമെൻറ് ശുപാർശ ചെയ്തില്ല? അപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞത് സത്യമാണ്. പോറ്റിക്കെതിരെ കേസെടുക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോറ്റി കുടുങ്ങിയാൽ CPM നേതാക്കളും കുടുങ്ങുമെന്ന് CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് CPM നേതാക്കന്മാരുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ അതിൻ്റെ തെളിവുകൾ ഹാജരാക്കാം. ഈ രണ്ട് കാര്യം നിങ്ങൾ ആലോചിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രി, വലിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ അടിച്ചു വന്നതിൻ്റെ രേഖ 2019 ഞങ്ങളുടെ. രണ്ടാമത്, ഇപ്പോൾ അറസ്റ്റിലായ ഡോക്ടർ എൻ വാസുവിനെ കുറിച്ച് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴും അഭിപ്രായം പറയാണ്. ഇത് അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതാണ് SIT. അപ്പം മുൻ ദേവസ്വം മന്ത്രി ഇയാളെ ന്യായീകരിക്കുകയാണ്. ഇയാൾ മികച്ച ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം? പേടിച്ചിട്ടാണ്. ഞങ്ങളുടെ വാസു കടകംപള്ളി സുരേന്ദ്രനെ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ സംഭവമാണ് വാസു എന്ന് അന്നത്തെ മന്ത്രിയായ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് മറ്റൊരു ആവർത്തി ഞങ്ങൾ പറഞ്ഞതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിച്ച് വീണ്ടും ഒരു കൊള്ള നടത്താനുള്ള ശ്രമം നടത്തിയത്. അതിൻ്റെ പുറകിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട്. മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച്, ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു. അയ്യപ്പൻ്റെ തങ്ക വിഗ്രഹം വരെ കൊള്ളയടിക്കുമായിരുന്നു. അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു? അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെൻറ്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മാറിയെന്നുള്ളതാണ്. അപ്പോൾ അയ്യപ്പൻ്റെ അമൂല്യ വസ്തുക്കൾ, സ്വർണ്ണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആളുകൾ പറയണം. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്? കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച, കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്ന, ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളന്മാർ ജയിലിലേക്ക് പോകണ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ കാഴ്ചയാണ് കാണുന്നത്. ഇതിന് CPM നേതൃത്വവും ഭരണ നേതൃത്വവും ഉത്തരം പറഞ്ഞേ മതിയാവൂ, ഉറപ്പായും. അല്ല, പോകണമല്ലോ. ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ലൈബ്രറിയിൽ പോയിട്ട് പണ്ട് ഞങ്ങൾ സംസാരിച്ചത്, ഈ വിഷയം വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചത് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കി. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം? ഞങ്ങൾ വാസുവിൻ്റെ കാര്യം പറഞ്ഞു, പത്മകുമാറിൻ്റെ കാര്യം പറഞ്ഞു, അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞു. അതെല്ലാം ഹൈക്കോടതിയുടെ വിധിയിലുണ്ട്. ഏത് കോടീശ്വരനാണ് ഇത് വിറ്റത് എന്ന്, ദ്വാരപാലക വിഗ്രഹം വിറ്റത് എന്ന് കടകംപള്ളി പറയണമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുത്തു. പക്ഷെ കോടതി പറഞ്ഞല്ലോ, ഇത് വലിയ വിലയ്ക്ക് ഇത് വിറ്റിരിക്കുകയാണ്. ഇത് സ്വർണം പൂശിയതല്ല, സ്വർണം പൊതിഞ്ഞതാണ്, ഗോൾഡ് ക്ലാഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർണം പൂശുന്നതും സ്വർണം പൊതിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് വ്യാജമായിട്ട് വേറെ ഉണ്ടാക്കിയിട്ട്, അതായത് 1 മാസവും 9 ദിവസവും നീണ്ടു നിന്നു ഇത് മദ്രാസിലെത്താൻ വേണ്ടി. ആ 39 ദിവസക്കാലത്ത് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കി, ഇത് ഒറിജിനൽ വിറ്റു. അപ്പോൾ സ്വർണം കവർന്നതിനേക്കാൾ വലിയ കവർച്ചയാണെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത്, കോടതി പറഞ്ഞല്ലോ. ഇത് വലിയ ആളുകൾക്ക് വലിയ വില കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഇത് വിറ്റിട്ടുണ്ടാകും എന്ന് കോടതി തന്നെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഒരു തെറ്റ് പോലുമില്ല. അപ്പോൾ ഈ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലാണ്, CPMൻ്റെ നേതൃത്വത്തിൽ അവരുടെ അറിവോടുകൂടിയാണ് ഇത് കൊള്ളയടിക്കപ്പെട്ടത്. അതിനേക്കാൾ അവർ ചെയ്ത തെറ്റ് അവരറിഞ്ഞു, നേതൃത്വം അറിഞ്ഞു ഇങ്ങനെയൊരു കൊള്ള നടന്നു വന്നു. എന്നിട്ട് എല്ലാവരെയും സംരക്ഷിക്കാൻ അവർ നടത്തിയ ശ്രമം അതും കേരളം ചർച്ച ചെയ്യും, ഉറപ്പായി ചർച്ച ചെയ്യും. കേരളം ഇതിന് ശക്തമായ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. പാർട്ടി നേതാക്കന്മാർ ജയിലിൽ പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.